إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها المؤمنون أوصيكم وإياي أولا بتقوى الله പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സർവ്വലോക രക്ഷിതാവായ നമ്മുടെ ഖാലിഖായ, നമ്മുടെ മാലിക്കായ, നമ്മുടെ മുദബ്ബിറായ, നമ്മുടെ റാസിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് കഴിവിൻ്റെ പരമാവധി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയുള്ള വിശ്വാസികൾക്ക് ഒരു ഉപമയായിക്കൊണ്ട്, ഒരു ഉദാഹരണമായിക്കൊണ്ട് ഒരു മഹദിയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഏറ്റവും വലിയ ധിക്കാരി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഫിർഔനിൻ്റെ പത്നിയാണ് ആ മഹദി, ആസിയ റളിയല്ലാഹു അൻഹ. ഫിർഔനിനെ കുറിച്ച് ഒരുപാട് കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ലോകരക്ഷിതാവ്, ഏറ്റവും ഉന്നതനായ രക്ഷിതാവ് എന്ന് പറഞ്ഞ് അനേകം അക്രമങ്ങളും കുഴപ്പങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചവനാണ് ഫിർഔൻ. ആ ഫിർഔനിൻ്റെ കൊട്ടാരത്തിലേക്കാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം സുന്ദരമായ തൗഹീദിൻ്റെ സന്ദേശവുമായി കടന്നു ചെല്ലുന്നത്. ഫിർഔനിൻ്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ ഈ തൗഹീദ് ഉൾക്കൊള്ളുകയാണ്. അതിൻ്റെ പേരിൽ ഫിർഔൻ അവരെ കൊടിയ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഇരയാക്കി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അത് വിശദീകരിക്കുന്നുണ്ട്. ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, മഹദിയുടെ, ആസിയ റളിയല്ലാഹു അൻഹയുടെ കൈകളിലും കാലുകളിലുമായി ആണി അടിച്ചു തറക്കുമാർ, കൊടും ചൂടത്ത് വെയിലത്ത് അവരെ പ്രയാസപ്പെടുത്തുമാർ ഫിർഔൻ അവരെ ശിക്ഷിക്കുകയായിരുന്നു. ആ സമയത്ത് മഹദി അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ബിനിലി ഇൻദക ബൈതം ഫിൽ ജന്ന,
റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ഫിർഔനിന്റെ കൊടിയ അക്രമങ്ങളും പീഡനങ്ങളും സഹിക്കാൻ സാധിക്കാതെ മഹദി ആസിയ റളിയല്ലാഹു അൻഹ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ ഫിർഔനിന്റെ ഈ പീഡനങ്ങൾ സഹിക്കാൻ സാധിക്കാത്ത എനിക്ക് ഇൻദക, നാളെ പരലോകത്ത് നിന്റെ അടുക്കൽ ബൈതൻ, സ്വർഗത്തിൽ അല്ലാഹുവേ എനിക്ക് നീ ഒരു വീട് പകരമായി നൽകണമേ, എനിക്കൊരു വീട് നൽകണമേ എന്ന് മഹദി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വീട് എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ്. അടച്ചുറപ്പുള്ള, സുന്ദരമായി സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടുകൂടി കിടന്നുറങ്ങാൻ സാധിക്കുന്ന ഒരു വീട് ആഗ്രഹിക്കാത്തവരായി ഒരാൾ പോലുമില്ല. അതിനു വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ എല്ലാം ജീവിതത്തിലുള്ള വ്യത്യസ്തമായ നെട്ടോട്ടങ്ങൾ നമ്മൾ ഓടുന്നത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വീടിനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഒരിക്കലെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്നു നമ്മൾ മരിച്ചാൽ മണിക്കൂറുകൾക്കപ്പുറം നമ്മൾ കുളിപ്പിച്ച് 6 അടി ആഴമുള്ള ഖബറിൽ കൊണ്ടുപോയി വെച്ച് അതിനുമേലെ പ്രിയപ്പെട്ട മക്കളും കുടുംബക്കാരും 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോന്നാൽ ആരംഭിക്കുന്ന പരലോക ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരു വീടുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. ആസിയ റളിയല്ലാഹു അൻഹ പ്രയാസപ്പെടുമ്പോഴും ഒരു പക്ഷേ മരണത്തെ പോലും മുന്നിൽ കാണുമ്പോൾ പോലും അവർ ചോദിക്കുന്നത് മരണമില്ലാത്ത ലോകത്തെ സുന്ദരമായ വീടിന് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അല്ലാഹുവോട് ആത്മാർത്ഥമായി കൊണ്ട്, അല്ലാഹുവേ അന്ത്യമില്ലാത്ത അറ്റമില്ലാത്ത ലോകമായ പരലോകത്ത് സ്വർഗത്തിൽ എനിക്കൊരു വീട് നൽകണമേ അല്ലാഹുവേ എന്ന് ഒരിക്കലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സ്വർഗത്തിന്റെ വീടിലെ മനോഹാരിതകൾ എത്രയാണ്! റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സ്വഹാബത്തെ, സ്വർഗത്തിലെ കെട്ടിടങ്ങൾ അത് ലബിനത്തുൻ മിൻ ഫിദ്ദ വലബിനത്തുൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകളാൽ നിർമ്മിച്ചതാണ് സ്വർഗത്തിലെ ഓരോരോ കെട്ടിടങ്ങളും. അതുപോലെ തന്നെ ആ ഇഷ്ടികകൾ അവിടെ ഉറപ്പിക്കാൻ വേണ്ടി കൂട്ടിവെച്ച കുഴ, ആ കുഴയുണ്ടല്ലോ, അത് പ്രിയപ്പെട്ടവരെ കസ്തൂരിയാൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതുപോലെ സ്വർഗത്തിലെ ചെറിയ ചെറിയ കല്ലുകൾ പോലും അത് മുത്തും പവിഴവുമാണ്. ആ സ്വർഗത്തിലെ മണ്ണ് പോലും കുങ്കുമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ആ സ്വർഗത്തിൽ മുത്തുകൊണ്ടും പവിഴം കൊണ്ടും നിർമ്മിക്കപ്പെട്ട പ്രത്യേകമായ മനോഹരമായ റൂമുകളുണ്ട്, വിശിഷ്ടമായ അത്തരം സംവിധാനങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരിക്കലെങ്കിലും ആ വീടിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ അധ്യാപനങ്ങളും സ്വർഗത്തിൽ നമുക്കൊരു വീട് നേടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. സഹോദരങ്ങളെ, ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിലൂടെ സൂചിപ്പിക്കുമ്പോൾ പരമാവധി ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായത്തിലെ 58-ാമത്തെ ആയത്ത്, വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലനുബവ്വിഅന്നഹും മിനൽ ജന്നത്തി ഖുറഫാ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ നിഅമ അജ്റുൽ ആമിലീൻ. വല്ലദീന ആമനൂ, വിശ്വസിച്ചവർക്കും സൽക്കർമ്മം പ്രവർത്തിച്ചവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ ചില സൗധങ്ങൾ, ചില റൂമുകൾ അവർക്ക് പടച്ചിറപ്പ് പകരമായി നൽകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസം ക്ലിയറാണോ? ജീവിതത്തിൽ തൗഹീദ് മുറുകെ പിടിക്കാൻ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിൽ മാത്രം ബരമേൽപ്പിക്കാൻ, അല്ലാഹുവല്ലാത്ത ഒന്നിലേക്കും ബരമേൽപ്പിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ പരലോകത്ത് സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ഉന്നതമായ അനുഗ്രഹമായ വീടിനെ പ്രതീക്ഷിക്കുവാൻ സാധിക്കും. അതിന്റെ മനോഹാരിത എത്രയാണ്! തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ സ്വർഗത്തിലെ സൗധങ്ങളുണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന മനോഹരമായ സൗധങ്ങൾ വിശ്വാസികൾക്കും സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒന്നും കാണുവാൻ സാധിക്കും, വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ, വഹും ഫിൽ ഗുറുഫാതി ആമിനൂൻ, അവർ സ്വർഗത്തിലെ ഉന്നത സൗധങ്ങളിൽ നിർഭയരായി കഴിയുന്നവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം വിശുദ്ധ ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായത്തിലെ 20-ാമത്തെ ആയത്ത് അല്ലാഹു പറയുകയാണ്, ലാകിനില്ലദീന തഖൂ റബ്ബഹും ലഹും
ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ വഅദല്ലാഹു ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ് ലാകിനിൽ ലദീന തഖൂ റബ്ബഹും. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വ്യക്തികൾ ജീവിതത്തിൽ CCTV ക്യാമറകളെയോ നമുക്ക് നേരെ തിരിഞ്ഞിരിക്കുന്ന അനേകായിരം വ്യക്തിത്വങ്ങളെയോ അല്ല, മറിച്ച് ഒറ്റക്കാണെങ്കിലും ഏത് രാത്രിയുടെ ഏത് പാതിരാത്രിയുടെ കൂരിരുട്ടിനുള്ളിൽ ഞാനും എൻ്റെ മൊബൈൽ ഫോണും ഒറ്റക്കാകുമ്പോൾ പോലും എന്നെ നിരീക്ഷിക്കാൻ ഞാനുമായി ഉത്തരവാദിത്തപ്പെട്ടവരില്ല എന്നറിയുമ്പോഴും ഇത്തഖൂ റബ്ബഹും, അല്ലാഹനെ പേടിക്കാൻ, അല്ലാഹനെ ഭയപ്പെടാൻ, ജീവിതത്തിൽ തിന്മകൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തിന്മകൾക്ക് പിന്നാലെ പോകാതെ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? അത്തരം തഖ്വയുള്ള വ്യക്തികൾക്ക് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തട്ടുകളായി നിർമ്മിക്കപ്പെട്ട മണിമേടകങ്ങൾ അവർക്ക് വേണ്ടി പടച്ച റബ്ബ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം തഖ്വയുള്ളവരാകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാമതായി ഖുർആൻ പറയുന്നു സൂറത്തുൽ ഫുർഖാനിന്റെ 75-ാമത്തെ ആയത്ത്, ഉലൈക യുജ്സൗനൽ ഗുർഫത ബിമാ സബറു വയുലഖൂന ഫീഹാ തഹിയ്യതൻ വസലാമാ. ഉലൈക യുജ്സൗനൽ ഗുർഫ, അത്തരം ആളുകൾക്ക് അവർ ക്ഷമിച്ചതിന്റെ പേരിൽ, ക്ഷമ അത് കൈക്കൊണ്ടതിന്റെ പേരിൽ സ്വർഗത്തിന്റെ ഉന്നതമായ സൗധങ്ങളെ പടച്ചറബവർക്ക് പകരമായി നൽകുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട വിശ്വാസനങ്ങളെ ജീവിതത്തിൽ ക്ഷമയെ മുറുകെ പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാറുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി ആലോചിക്കേണ്ടതുണ്ട്. നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ഫിൽ ജന്നതി മിസ്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അതുപോലെയൊന്ന് നാളെ സ്വർഗത്തിൽ അവന് പകരമായി നിർമ്മിച്ചു നൽകും. പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ വീടുകൾക്ക് വേണ്ടി 1 കോടി 2 കോടി ഒരു പക്ഷെ ആവശ്യമെങ്കിൽ അനേകം ലക്ഷങ്ങൾ നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. ഇന്നു മരിച്ചാൽ ആ വീട്ടിൽ പിന്നെ നമ്മൾ കിടക്കൂല, ആ വീട് മക്കൾ അനന്തരം എടുക്കും. നാളെ പരലോകത്ത് സ്വർഗത്തിൽ ജീവിക്കുമ്പോൾ സുന്ദരമായൊരു വീടിന് വേണ്ടി റസൂലുള്ളാഹി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തോ, സ്വർഗത്തിൽ വീടുണ്ട്. നമ്മുടെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്കറിയാം, നമുക്ക് എത്ര ആസ്തി ഉണ്ടെന്ന് നമുക്കറിയാം. ഇന്നും പള്ളിയില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു തൗഹീദ് പ്രസംഗിക്കാൻ, തൗഹീദ് ഖുത്ബ പറയാൻ, അത്തരം ദർസുകൾ എടുക്കാൻ സാധിക്കാതെ ഒരുപാട് പ്രദേശങ്ങളുണ്ട്. പള്ളികൾക്ക് വേണ്ടി ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം സ്ഥലത്ത് നമ്മൾ ആളുകളെ മുമ്പിൽ അറിയിക്കാനല്ല, നമ്മുടെ പേര് വെച്ച് അവനുണ്ടാക്കിയ പള്ളി എന്ന് പറയാനല്ല, മരിച്ച് ഖബർ കിടക്കുമ്പോൾ നാളെ പരലോകത്ത് സ്വർഗത്ത് പോകുമ്പോൾ നമുക്കൊരു വീട് അവിടെ ഉണ്ടാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ പള്ളി നിർമ്മാണത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ആരെങ്കിലും മൻ ബനാ മസ്ജിദൻ ലില്ലാഹ് കമഹ്ഫഹസി ഖതാത്തിൻ ഔ അസ്ഗർ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഇനി ഒരു പള്ളി ഒന്നിച്ചെടുക്കാനുള്ള ആസ്തിയില്ലേ, കുഴപ്പമില്ല, ഒരു ചെറിയ പക്ഷിക്ക് അടയിരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതാരെങ്കിലും അള്ളാന്റെ മാർഗത്തിൽ നൽകിയാൽ പ്രിയപ്പെട്ടവരെ പരലോകത്ത് സ്വർഗത്തിൽ അവന് വേണ്ടി പടച്ചറപ്പ് ഒരു വീട് കൈമാറുന്ന അള്ളാന്റെ മാർഗത്തിൽ പള്ളികൾക്ക് വേണ്ടി ധാരാളം ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഞ്ചാമതായി കൊണ്ട് അള്ളാഹു പറയുകയാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ സ്വല്ലാ ഇസ്നതൈ അശറത റക്അ ഫി യൗമിൻ വലൈല ബുനിയ ലഹു ബിഹിന്ന ബൈത്തുൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരാള് രാവും പകലുമായിട്ട് 12 റക്അത്ത് റവാത്തിബ് കൃത്യമാക്കിയാൽ, പ്രാവർത്തികമാക്കിയാൽ അവന് പടച്ച റബ്ബിലൂടെ സ്വർഗത്തിൽ ഒരു വീട് വെക്കും. ദുനിയാവിലെ വീട് വെക്കാൻ ലക്ഷങ്ങൾ ആവശ്യമുണ്ട്, സ്വർഗത്തിൽ വീട് വേണോ? എന്നും സുബഹിക്ക് മുമ്പ് 2, ളുഹറിന് മുമ്പ് 4, ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2, 12 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ചാൽ പ്രിയപ്പെട്ടവരെ നമ്മളെ കാത്തിരിക്കുന്നത് സുന്ദരമായ സ്വർഗലോകത്ത് മനോഹരമായ സൗധങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആറാമതായിക്കൊണ്ട് ആരെങ്കിലും ഒരു വ്യക്തി ദുഹ നിസ്കരിക്കുകയാണ്. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, മൻ സ്വല്ല ദുഹ അർബഅൻ വഖബല അൽ-ഊല അർബഅൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരു വ്യക്തി ദുഹാ നിസ്കാരം അത് 4 റക്അത്ത് നിസ്കരിക്കുകയാണ്. ദുഹ 2, 4, 6, 8 ഒക്കെ നിസ്കരിക്കാം. ആരെങ്കിലും ഒരാൾ ദുഹ 4 റക്അത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു, അതുപോലെ തന്നെ ളുഹറിന് മുമ്പുള്ള 4 റക്അത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗ്ഗത്തിൽ ഒരു വീട് നൽകും. ദുഹ നിസ്കരിക്കാൻ എത്ര സമയമാണ്? 4 റക്അത്ത് നിസ്കരിക്കാൻ 5 മിനിറ്റ് ധാരാളം. മണിക്കൂറുകൾ നമ്മൾ റീൽസിലും ഷോർട്സിലുമായി കളയുന്നുണ്ട്. സ്വർഗത്തിലൊരു വീട് വേണോ? ദിവസം 5 മിനിറ്റ് മാറ്റിവെച്ചാൽ പടച്ചറബ് നൽകുന്ന ഓഫറാണ്, സ്വീകരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടത്. അതുപോലെ തന്നെ ഏഴാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ സദ്ദ ഫുർജതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന വറഫഅഹു ബിഹാ ദറജ. ആരെങ്കിലും മൻ സദ്ദ ഫുർജതൻ, ആരെങ്കിലും
നിസ്കരിക്കുമ്പോൾ സ്വഫുകൾക്കിടയിലുള്ള വിടവ് അത് ഒഴിവാക്കുകയാണെങ്കിൽ, പരസ്പരം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ, അതുകൊണ്ട് പടച്ചിറപ്പ് അവർക്ക് വീട് നൽകുന്ന സ്വർഗത്തിൽ. ഇന്ന് പല പള്ളികളിലും ആളുകൾ സ്വഫ് അടുപ്പിച്ച് വെക്കൂല. ശരിയല്ല. നമ്മുടെ മടമ്പുകാലും നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ മടമ്പുകാലും ഒരുമിച്ചായിരിക്കണം ഉണ്ടാവേണ്ടത്. അതാ പ്രവാചകന്റെ സുന്നത്ത്. ഇന്ന് പലർക്കും എന്താ പള്ളി വിശാലല്ലേ, മറ്റു സ്ഥലമില്ലേ എന്ന് ചോദിച്ചിട്ട് ആ സുന്നത്തിന് ആളുകൾ സ്വീകരിക്കൂല. ഒരിക്കലും ശരിയല്ല. അങ്ങനെ സ്വഫ് അടുക്കി വെച്ച് നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ വീടുണ്ട് എന്ന് അല്ലാഹു റസൂലുള്ളാഹി പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ പുണ്യത്തെ നേടാൻ, ആ മനോഹരമായ സൗദത്തെ കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എട്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, من قال في السوق لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير. ആരെങ്കിലും ഒരാൾ പ്രിയപ്പെട്ടവരെ അങ്ങാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽകു വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു തവണ പറഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? പ്രിയപ്പെട്ട റസൂലുള്ളാഹി പറയാണ്, കതബല്ലാഹു ലഹു അൽഫി ഹസന വമഹാ അൻഹു അൽഫി സയ്യിഅ വബനാ ലഹു ബൈതൻ ഫിൽ ജന്ന. ദിനേന ഒരുപാട് തവണ അങ്ങാടിയിൽ പ്രവേശിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, 1000 നന്മകൾ നമുക്ക് വേണ്ടി പടച്ചിറപ്പ് രേഖപ്പെടുത്തും. ഈ ഒരു പ്രാർത്ഥന ഉണ്ട്. 1000 തിന്മകൾ നമ്മിൽ നിന്നും മായിക്കും. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വീട് നിർമ്മിക്കപ്പെടുന്നു റസൂലുള്ളാഹി പറയുമ്പോൾ എന്തേ നമുക്കത് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത്? അതിൽ ഒരു പദം പോലും ഒരു പക്ഷെ നമുക്കറിയാത്തതില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹു, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് സർവ്വരാജാധിപത്യവും. വലഹുൽ ഹംദ്, സർവസ്തുതിയും അവനാകുന്നു. യുഹ്യി വയുമീത്, അവനാകുന്നു പ്രിയപ്പെട്ടവരെ, അവനാകുന്നു യുഹ്യി വയുമീത്, എന്നെന്നും ജീവിക്കുന്നവനും ഒരിക്കലും മരിക്കാത്തവനുമാണ്. വഹുവ ഹയ്യുൻ ലാ യമൂത്, അവനൊരിക്കലും മരിക്കുകയുമില്ല, അവന് മരണമില്ലാത്തവനാണ്. എല്ലാ സ്തുതിയും നന്ദിയും അവനാകുന്നു. ബിയദിഹിൽ ഖൈർ, സകല നന്മയും അവന്റെ കയ്യിലാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും സാധിക്കുന്നവനാണ്. എന്നൊരു പ്രാർത്ഥന ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ 1000 നന്മകൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തി വെക്കുക. 1000 തിന്മകൾ നമ്മിൽ നിന്നും മായ്ക്കാണ്. സ്വർഗത്തിൽ പ്രിയപ്പെട്ടവരെ ഈ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് നമുക്ക് പടച്ചിറപ്പ് മനോഹരമായ ഒരു വീട് തയ്യാറാക്കുകയാണ്. പ്രാർത്ഥിക്കാൻ എന്തേ 1 മിനിറ്റ് വേണ്ട. അങ്ങാടിയിൽ നമ്മൾ ദിവസവും 10-20 വട്ടം പോകുന്നില്ലേ? പ്രാർത്ഥിക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. മറ്റൊരു 9ാമത്തെ കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ ആദ റജുലു അഖാഹു ഔ സാറഹു, ഒരു വ്യക്തി തൻ്റെ ഒരു ആദർശ ബന്ധുവിനെ സന്ദർശിക്കുകയാണ്, അല്ലെങ്കിൽ രോഗിയായ തൻ്റെ ഒരു സഹോദരനെ പോയി സന്ദർശിക്കുകയാണ്. ഖാല അല്ലാഹു ലഹു, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, തിബുത വത്വാബ മംശാക വതബവത മൻസിലൻ ഫിൽ ജന്ന, നീ നന്മ പ്രവർത്തിച്ചു, നിന്റെ നടത്തം നീ നന്നാക്കിയതുപോലെ തന്നെ വതബവത മൻസിലൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നീ നിനക്കൊരു വീട് തയ്യാറാക്കി. നമ്മളൊക്കെ സമൂഹത്തിൽ ഇന്ന് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സന്ദർശിക്കണം നമ്മൾ. സ്വർഗ്ഗത്തിൽ നമുക്ക് അതുകൊണ്ടൊരു വീട് തയ്യാറാക്കിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ഖുറഫ യുറാ ദുഹൂറുഹാ മിൻ ബുതൂനിഹാ വബുതൂനുഹാ മിൻ ദുഹൂരിഹാ, സ്വർഗ്ഗത്തിൽ മനോഹരമായ ചില സൗധങ്ങളുണ്ട്, ചില റൂമുകളുണ്ട്. അതിൻ്റെ മനോഹാരിത റസൂൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഒരു അറാബി ചോദിച്ചു, ലിമൻ ഹിയ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ, ഇത്രയ്ക്ക് മനോഹരമായ മുത്തിനാലും പവിഴത്താലും നിർമ്മിച്ച ഈ റൂമുകൾ ഇതാർക്കുള്ളതാ റസൂലെ? റസൂലുള്ളാഹി പറയാണ്, ലിമൻ അത്വാബൽ കലാം വഅത്അമ അത്ആം വഅദാമ അസ്സിയാം വസല്ലാ ബില്ലൈലി വന്നാസു നിയാം. ലിമൻ അത്വാബൽ കലാം, ആരാണോ സംസാരം നന്നാക്കിയത് അവനാണ് സ്വർഗത്തിലെ ഈ മുത്തുകൊണ്ടും പവിഴം കൊണ്ടും നിർമ്മിച്ച റൂം. പ്രിയപ്പെട്ടവരെ, സംസാരം റസൂലുള്ളാഹി പറഞ്ഞില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. സംസാരിക്കുകയാണെങ്കിൽ നന്മയെ പറയാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മുണ്ടാതിരിക്കണം. മറ്റേ അന്യനെക്കുറിച്ച് കുറ്റവും കുറവും അവൻ്റെ ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്ന പരദൂഷണത്തിൻ്റെയും ഏഷണിയുടെയും ആളായി നമ്മൾ മാറാൻ പറ്റൂല. ഒരു മുസ്ലിമിനെ ചേർത്ത് പണിയല്ല. എത്ര വലിയ ശിക്ഷയാണ് അത്ര ആളുകൾക്കുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഒരു മിഅ്റാജ് യാത്ര പോയപ്പോൾ ചില വിഭാഗം ആളുകളെ കണ്ടുവന്ന. അവരാരാ? അവർക്ക് ലഹും അദ്ഫാറുൻ മിൻ നുഹാസി, ചെമ്പ് കൊണ്ടുള്ള പ്രത്യേക നഖങ്ങളുണ്ട്. അതുകൊണ്ട് അവര് തങ്ങളുടെ മുഖവും മാരിടവും മാന്തിപ്പൊളിക്കുകയാണ്. റസൂൽ ചോദിച്ചു, ജിബ്രീലേ, ഇവരാരാണ്? ജിബ്രീൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഹഉലാഇൽ ലദീന, അവര് യഅകുലൂന ലുഹൂമൻ നാസ്,
ജനങ്ങളുടെ പച്ചമാംസം ഭക്ഷിച്ചവരാണ് അവർ. അന്യനെക്കുറിച്ച് ഏഷണയും പരദൂഷണവുമായി മുന്നോട്ട് പോയ ആളാണ്. അന്യൻ അപമാനത്തിന് ക്ഷതം വരുത്തിയവനാണ് അവൻ. പരലോകത്തും ഖബറിലും അവർക്ക് വലിയ ശിക്ഷ ഉണ്ട്, ചെയ്യരുത് പ്രിയപ്പെട്ടു. അതുപോലെ തന്നെ റസൂൽ വീണ്ടും പറയുന്നു, പാവപ്പെട്ടവർക്ക്, അഗതികൾക്ക്, അനാഥർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റണം. ഇന്നും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ല ഫുഡുണ്ട്. ഇന്നും ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് ആര് ഭക്ഷണം നൽകുന്നോ അവർക്ക് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ വീടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്. മൂന്നാമതായിട്ട് നോമ്പ് അത് കൃത്യമായി പാലിക്കുക. ഫർളാവട്ടെ സുന്നത്താവട്ടെ നോമ്പുകൾ ധാരാളം നോക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാലാമതായി വസല്ല ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളെല്ലാവരും ഉറങ്ങുമ്പോൾ എണീറ്റ് നിസ്കരിക്കുക. വേൾഡ് കപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ടീമിന്റെ കളി ഉണ്ടായപ്പോൾ നമ്മളൊക്കെ ഉറക്കൊഴിച്ച് രാത്രി 2:30, 3:30, 1:30 മണിക്ക് കളി കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രാത്രി 3:1 പിന്നിടുമ്പോൾ 1-ാം ആകാശത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ മയ്യദ്ഊനി ഫഅസ്തജിബു ലഹു മയ്യസ്തഗ്ഫിറുനി, എന്നോട് ആര് ചോദിച്ചാൽ ഞാൻ അവരെ നൽകിക്കോളാം, ആര് ഇസ്തിഗ്ഫാർ നടത്തിയാൽ ഞാൻ പുറത്തു കൊടുത്തോളാം എന്ന് പടച്ച റബ്ബ് പറഞ്ഞ് 1-ാം ആകാശത്തേക്ക് വരുമ്പോൾ ഇന്ന് വരെ ഒരിക്കലും പോലും നമ്മൾ എണീറ്റിട്ടില്ലെങ്കിൽ, അതേ നമ്മൾ രാത്രി 2:30, 3:30 ഇഷ്ടപ്പെട്ട ടീമിന്റെ കളി ഉണ്ടാകും എണീറ്റത് പടച്ച റബ്ബ് കണ്ടിട്ടുണ്ട്. പടച്ച റബ്ബ് കണ്ടാണ്. പ്രിയപ്പെട്ടവരെ ശരിക്കും ആലോചിച്ചോളൂ. രാത്രി നിസ്കരിക്കുന്നവർക്ക്, ജനങ്ങൾ ഉറങ്ങുമ്പോൾ ജനങ്ങൾ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുന്നവർക്ക് സ്വർഗത്തിൽ മനോഹരമായി സൗദങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ പുണ്യങ്ങൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന സഈമുൻ ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖൻ, ഞാൻ സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വ്യക്തിക്ക് വീട് നൽകുന്നതിന് ഞാൻ ഗ്യാരണ്ടി നിൽക്കുകയാണ്. ആരാണ് അവൻ? ലിമൻ തറക്കൽ മിറാഅ വഇൻ കാന മുഹിഖൻ, തൻ്റെ ഭാഗത്ത് ന്യായമെങ്കിൽ പോലും തർക്കം ഒഴിവാക്കുന്നവന് സ്വർഗത്തിന്റെ താഴ്ഭാഗത്ത് ഒരു വീടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്യാരണ്ടി നിൽക്കുക. ഇന്ന് ജനങ്ങൾ വെറുതെ തർക്കിക്കാണ്, പറ്റൂല. വീണ്ടും പറയുന്നു, വബൈത്തിൻ ഫീ വസത്തിൽ ജന്ന ലിമൻ തറക്കൽ കദിബ വഇൻ കാന മാസിഹൻ, സ്വർഗത്തിന്റെ മധ്യത്തിൽ വീട് നൽകാം. ആർക്ക്? തമാശക്കാണെങ്കിൽ പോലും കളവ് ഒഴിവാക്കുന്നവന് സ്വർഗത്തിന്റെ മധ്യത്തിൽ വീട് നൽകുന്ന റസൂലുള്ളാഹി ഗ്യാരണ്ടി നിൽക്കും. മൂന്നാമതായിട്ട് വബൈത്തിൻ ഫീ അഅലൽ ജന്ന ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വർഗത്തിന്റെ ഉന്നതിയിൽ വീട് നൽകുന്നു ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്നു. ആരാണ് തന്റെ സ്വഭാവം നന്നാക്കിയത് അത്തരം ആളുകൾക്ക് സ്വർഗത്തിന്റെ ഉന്നതിയിൽ പടച്ച റബ്ബ് വീട് നൽകുന്ന. പ്രിയപ്പെട്ടവരെ, തർക്കം ഒഴിവാക്കുക, കളവ് പറയരുത്, സ്വഭാവം നന്നാക്കുക. സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ സൗദങ്ങളാണ്. 17ാമത്തെ ഒരു കാര്യമായി റസൂലുള്ളാഹി പറയുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് ഹത്താ യഖ്തിമഹാ 10 മർറാത്തിൻ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, ആരെങ്കിലും ഒരാൾ എന്നും ദിവസവും പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അറിയാത്ത ഒരാളുമില്ല, 10 വട്ടം ദിവസവും ചൊല്ലുകയാണെങ്കിൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന, അവന് പടച്ച റബ്ബ് സ്വർഗ്ഗത്തിൽ മനോഹരമായ ഒരു കൊട്ടാരം അവന് വേണ്ടി പണിയുന്ന. സൂറത്തുൽ ഇഖ്ലാസ് ഹിഫ്ളില്ലാത്ത ഒരാൾ പോലും ഖുത്ബ കേൾക്കണില്ല. എന്നും 10 വട്ടം ഓതിയാൽ സ്വർഗ്ഗത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് മനോഹരമായ വീടാണ്. പ്രിയപ്പെട്ടവരെ, ഇത്തരം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والحمد لله رب العالمين أوصيكم وإياي ثاني بتقوى الله. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഓർമ്മിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിൽ മനോഹരമായ സൗധങ്ങൾ കരസ്ഥമാക്കാനുള്ള 17ഓളം പ്രവർത്തനങ്ങളും കാര്യങ്ങളുമാണ് സൂചിപ്പിച്ചത്. കേവലം ഒരു ഖുതുബ കേട്ട് പോകുക എന്നതിനപ്പുറം ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വഹാബാക്കളെല്ലാം ആ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചവരായിരുന്നു. ഒരു യുദ്ധവേളയിൽ റസൂലുള്ളാഹി ആയത്ത് ഓതുകയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. സ്വഹാബത്തെ ആകാശഭൂമികളെക്കാൾ വിശാലമായ മനോഹരമായ സ്വർഗ്ഗലോകമുണ്ടല്ലോ, അതിനുവേണ്ടി നിങ്ങൾ കടന്നു വരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു സ്വഹാബി, അദ്ദേഹം ഒരു ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം വലിച്ചെറിഞ്ഞ് അടർക്കളത്തിലേക്ക് ഇറങ്ങി പോരാടി ഷഹീദായി മരിച്ചത്, സ്വർഗത്തിന് വേണ്ടി മരിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. സ്വഹാബാക്കളെല്ലാം
ആ സ്വർഗത്തിന് മുൻതൂക്കം നൽകിയവരായിരുന്നു. ആ സ്വർഗത്തിൽ വീട് നേടാൻ പ്രിയപ്പെട്ടവർ നമ്മൾ പരിശ്രമിക്കേണ്ടത്. ദുനിയാവിൽ ലക്ഷങ്ങൾ കൊടുത്തുണ്ടാക്കിയ വീട് നമ്മൾ മരിച്ചാൽ മക്കൾക്കാണ്, അനന്തരവർക്കാണ്. പിന്നെ നമ്മൾ ആരും അവിടെ കിടക്കൂല, ആരുമില്ല. എത്ര ലക്ഷങ്ങൾ നമ്മൾ കൊടുത്തോട്ടെ, ഒരു മകനും പറയില്ല, ഒരു ഭാര്യയും പറയില്ല, ഒരു ഭർത്താവും പറയില്ല, ഒരു മാതാപിതാക്കളും പറയില്ല എൻ്റെ പ്രിയപ്പെട്ട മകനാ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഭർത്താവാ, ഒരുപാട് നാൾ ആഗ്രഹിച്ച് ഗൾഫിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ, ഓന് കുറച്ച് ദിവസം കൂടി ഇവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞു ഫ്രീസറിൽ നമ്മുടെ മയ്യത്തിനെ വീട്ടിൽ വെക്കൂല. മരിച്ചോ മണിക്കൂറുകൾക്കപ്പുറം ഖബറിൽ കൊണ്ടുപോയി മറ ചെയ്യും. അതിനുശേഷം ആരംഭിക്കുന്ന നമ്മുടെ പരലോക ജീവിതം എന്തായിരിക്കും ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, അതിനുവേണ്ടി, ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്നവൻ അതിനു വേണ്ടി മത്സരിക്കട്ടെ. ദുനിയാവിൽ നമ്മുടെ അയൽക്കാരൻ്റെ ഒരു വലിയ കാറ് വാങ്ങുമ്പോൾ അവൻ്റെ വീടൊന്ന് മനോഹാരിത കൂട്ടുമ്പോൾ നമ്മുടെ വീട് അതുപോലെ ചെയ്യേണ്ടതില്ല. അതിനല്ല മത്സരം. മറ്റൊരു വ്യക്തി ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അതിനേക്കാൾ ഉഷാറാകണം ഞാനെന്ന ചിന്തയോടുകൂടി തുടങ്ങുന്നതല്ല മത്സരം. മത്സരം എന്തിനാ? ആ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്നവൻ മത്സരിക്കട്ടെ എന്ന ആ ചിന്തയോടുകൂടി ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനും ഒന്നും വെറുതാകൂല. അണുമണി തൂക്കം നന്മ പോലും പടച്ചറബിൻ്റെ അടുക്കലുണ്ട്, തിന്മയുണ്ട്. ആ ചിന്തയോടുകൂടി പ്രിയപ്പെട്ടവർ ജീവിക്കുക. പടച്ചറബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും സ്വർഗം പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പടച്ചറബ് കുട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ രോഗങ്ങളും പടച്ചറബ് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതമായ സൗധങ്ങളിൽ ജീവിക്കാൻ തൗഫീഖ് പടച്ചറബ് പ്രദാനം നൽകുമാറാകട്ടെ. അല്ലാഹു ബഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم اعز الإسلام والمسلمين وذل الشرك والمشركين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.